തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശിനിയാണ് സരിജ സ്റ്റീഫൻസൺ. പ്രാർത്ഥനാ കൂട്ടങ്ങളോട് തന്നെ മനസ്സുകൊണ്ട് അകന്നിരുന്ന നിലപാടുകൾക്ക് വിരാമമിട്ടുകൊണ്ട് അനുഭവിച്ചറിഞ്ഞ രോഗസൗഖ്യത്തിലൂടെ യേശുവിലേക്ക് അടുത്ത ഭൂതകാലത്തെ ഓർത്തെടുക്കുകയാണ് സരിജ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ മനസ്സിൽ എന്നും യേശു തന്നെ രാജാവ്. തകർന്നു പോകേണ്ടിയിരുന്ന ജീവിതം തിരിച്ചുപിടിച്ച അത്ഭുതകരമായ കഥ. നടത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദി പറയാതിരിക്കുവാൻ കഴിയുകയില്ല. ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളർന്നതാണ്. എൻ്റെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും, അതായത് എൻ്റെ അച്ഛൻ ഒരു മാർത്തോമ പള്ളിയിൽ സുവിശേഷകനായിരുന്നു. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ചുമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു എൻ്റെ അപ്പൂപ്പന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അമ്മൂമ്മയെ വിവാഹം കഴിച്ചത് ഒരു അനാഥ മന്ദിരത്തിൽ നിന്നായിരുന്നു. അപ്പോൾ മാർത്തോമ പള്ളിയുടെ ഒരു ചിട്ടവട്ടങ്ങളാണ് ഞങ്ങൾ അതുമുതൽ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കവേ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് ഇലക്ട്രിസിറ്റി ബോർഡിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ അമ്മ, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു സൈഡ് സ്തംഭിച്ച് കിടപ്പിലായിപ്പോയി. അപ്പോൾ അച്ഛന് ജോലിക്ക് പോകണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ, ഞങ്ങൾ 4 മക്കളാണുള്ളത്. എനിക്ക് 3 സഹോദരന്മാരും ഞാൻ ഒരു സഹോദരി മാത്രമാണ് ഉള്ളത്. അപ്പോൾ വീട്ടിലെ ജോലികൾ എല്ലാം ചെയ്യണം. അമ്മ പൂർണ്ണമായിട്ട് കിടപ്പിലായിപ്പോയി. നിരവധി ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ചികിത്സിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഇനി അമ്മ എഴുന്നേറ്റ് നടക്കത്തില്ല, ആ ഒരു സ്റ്റേജിലായിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ അച്ഛനും അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി അമ്മ ഒരിക്കലും പഴയതുപോലെ എഴുന്നേറ്റ് നടക്കത്തില്ല, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ആഹാരങ്ങളൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ട് പോകാം, എന്തായാലും ഞാൻ പഠിക്കുകയാണല്ലോ, അച്ഛനും ജോലിക്ക് പോകണം. അപ്പോൾ കിടപ്പിൽ കിടക്കുന്ന അമ്മ ഇത് കേട്ടിട്ട് അമ്മ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ അവസ്ഥയിൽ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഒന്നുകിൽ എന്നെ അങ്ങ് എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ രോഗത്തിനൊരു സൗഖ്യം തരണം എന്നിങ്ങനെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ പതിവുപോലെ ആഹാരമൊക്കെ ഒരുക്കി അമ്മയുടെ അടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പോയി. പക്ഷേ മമ്മി ദൈവമായിട്ടൊരു തീരുമാനം എടുത്തു, എനിക്കൊരു സൗഖ്യം കിട്ടണം, അല്ലെങ്കിൽ ദൈവമേ നീ എൻ്റെ ആത്മാവിനെ ഒന്ന് എടുക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ കിടക്കയിൽ വെച്ച് മമ്മി ഒരു വലിയൊരു സ്വപ്നം കാണുകയുണ്ടായി. അപ്പം മമ്മി ആ രോഗക്കിടക്കയിലാണ് സ്വപ്നം ഇങ്ങനെ കണ്ടത്. ഒരു വലിയൊരു പ്രകാശം, ഒരു ഗോളം ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വന്നു, ആ ഗേറ്റിൽ വന്നു, അത് മുറ്റത്ത് വന്നു. ആ പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ച് വീടിനകത്ത് മെയിൻ ഹാളിൽ കയറി. പിന്നെ മമ്മി കിടക്കുന്ന ആ ബെഡിൽ, ആ ചുമരിൽ വന്ന് നിന്നിട്ട് മമ്മിയുടെ കാലിൻ്റെ അവിടെ വന്നു. ആ കാലിൻ്റെ അവിടെ വന്ന് ആ വലിയ പ്രകാശം പതിയെ ആ ശരീരത്തിലേക്ക് ഇങ്ങനെ വന്നു. അത് ഫുള്ള് കാലിൻ്റെ അറ്റം മുതൽ തല വരെ ആ വലിയൊരു പ്രകാശം ഇങ്ങനെ അടിച്ചു. അപ്പോൾ മമ്മി കരുതി ഞാനൊരു സ്വപ്നം കാണുകയാണെന്ന്. അങ്ങനെ ആ മമ്മി ആ ഒരു പ്രകാശത്തോടു കൂടെ ആ കിടപ്പിലായിരുന്ന മമ്മി അവിടെ നിന്ന് എഴുന്നേറ്റു നടന്ന് ആ മുറി വിട്ട് അടുത്ത് മെയിൻ ഹാളിലോട്ട് വന്നു. മെയിൻ ഹാളിൽ വന്നിട്ട് അവിടെ നിന്നും വെളിയിലോട്ടുള്ള ഡോറ് തുറന്നിട്ട് 2 കൈയും കട്ടളയിൽ കൈവച്ചിങ്ങനെ നിന്നു. അപ്പോഴാണ് പെട്ടെന്ന് മമ്മിക്ക് ആ ബോധോദയം വന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ മമ്മി പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്കലോടുകൂടി പെട്ടെന്ന് ഒന്ന് മാറിയതിന് ശേഷം കൈയൊക്കെ നോക്കി ചെക്ക് ചെയ്തു, കൈ അനക്കാനായിട്ട് കഴിയുന്നുണ്ട്. കാല് നോക്കി ചെക്ക് ചെയ്തു, കാലനക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശരീരം മുഴുവനും നോക്കി എനിക്ക് എന്തായാലും സംഭവിച്ചതെന്ന് നോക്കിയപ്പോൾ ഞാൻ സ്വപ്നത്തിലാണോ എന്ന് ആദ്യം ചിന്തിച്ചു പോയി. അപ്പോൾ സ്വപ്നത്തിലല്ല. അപ്പം ശരിക്കും അനക്കാനായിട്ട് കഴിയും. നടക്കാൻ നോക്കി, നടക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവം
വലിയൊരു രോഗസൗഖ്യം ആ പ്രകാശം ശരീരത്തിൽ അടിച്ചത് മുഖാന്തരം മമ്മിക്ക് ഉണ്ടായി. അപ്പോൾ മമ്മിക്ക് മനസ്സിലായി ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യം തന്നെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും എൻ്റെ അച്ഛനും തിരികെ വീട്ടിൽ വന്നപ്പോൾ മമ്മി എല്ലാ മുറികളും എല്ലാം ഒക്കെ വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഒരു രംഗം. ഞങ്ങൾ ആദ്യമൊന്നും വന്ന് നോക്കിയപ്പോൾ വീട്ടിലാരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയൊക്കെ നോക്കിയപ്പം ബന്ധുക്കളായിട്ട് ആരും വന്നൊന്നുമില്ല. അപ്പോൾ വിചാരിച്ചു എന്തായാലും എന്ത് പറ്റിയെന്ന്. അപ്പോഴാണ് മമ്മി പറഞ്ഞു, എനിക്കിങ്ങനെ ദൈവം എനിക്ക് അത്ഭുത സൗഖ്യം തന്നു. ഞാൻ എൻ്റെ മുറിയിലുണ്ടായിരുന്ന എല്ലാ ഗുളികകളൊക്കെ ഞാൻ മാറ്റി, ഞാനിനി എൻ്റെ ദൈവത്തിനായിട്ട് ജീവിക്കുമെന്നൊക്കെ. മമ്മിക്ക് എഴുന്നേറ്റ് നടക്കാവുന്നത് ഈ രോഗസൗഖ്യം കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു എന്തായാലും നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് മമ്മി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പം ആ രോഗക്കിടക്കയിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അമ്മയോട് സംസാരിച്ച്, ഞാൻ നിനക്ക് സൗഖ്യം തന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പം മമ്മി പറഞ്ഞു, ഞാൻ നല്ല ഭക്തിയായിട്ടൊക്കെ അങ്ങ് ജീവിക്കാം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിൻ്റെ ഭക്തി ഒന്നും എനിക്ക് വേണ്ട, ഇതുപോലെ അനേകം പേര് രോഗികളായിട്ട് കിടപ്പുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോഴും മമ്മി പറഞ്ഞു, ശരി കർത്താവേന്ന്. അങ്ങനെ ആ പ്രാർത്ഥനാ ജീവിതം മമ്മി അത് ഏറ്റെടുത്ത് മമ്മി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എനിക്കത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തുടങ്ങി. കാരണം രാത്രി പകലും മമ്മി ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ വന്നപ്പോൾ മമ്മി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കാട്ടാക്കട പൂവച്ചൽ ആലമുക്ക് എന്ന് പറയുന്ന ഒരു ദേശത്തിൽ അവിടെ ഒരു ചേച്ചി കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരെ ഗർഭപാത്രമൊക്കെ മാറ്റി, അവർക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് ഗർഭപാത്രമൊക്കെ മാറ്റി അങ്ങനെ ഒരു അവസ്ഥയിൽ അവരുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ അവർ വളർത്തി. എന്നാൽ അതിനൊരു പ്രായപൂർത്തിയൊക്കെ ആയപ്പോഴത്തേനും തിരികെ വന്ന് അതിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും വന്ന് ആ കുഞ്ഞിനെ അങ്ങ് മേടിച്ചുകൊണ്ട് പോയി. ആ സങ്കടത്തിൽ ഈ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വരികയും മമ്മിയോട് പറഞ്ഞ്, ചേച്ചി എൻ്റെ കുഞ്ഞുനാളിലെ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നതാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല, ചേച്ചി എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം നിനക്കൊരു കുഞ്ഞിനെ നൽകിത്തരും, നീ സമാധാനപ്പെട്ടു പോ, ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ 3-ൻ്റെ അന്ന് ഇവർ പല ഹോസ്പിറ്റലുകളിലും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണേ, ഞങ്ങൾക്ക് ദത്തെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന്. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്കൊരു വിളി വന്നു, ഒരു പെൺകുഞ്ഞിനെ അവർ പ്രസവിച്ചിട്ടിട്ട് പോയി, നിങ്ങൾക്കതിനെ ഏറ്റെടുത്ത് വളർത്താൻ ദത്തെടുക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ വളരെ സന്തോഷത്തോടു കൂടെ അവിടെ പോവുകയും ആ കുഞ്ഞിനെ സ്വീകരിക്കുകയും ആ കുഞ്ഞിനോടുകൂടി ഞങ്ങളുടെ വീട്ടിൽ വരികയും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഈ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവിന് കാരണമായിട്ട് തീർന്നു. അങ്ങനെ ആ സന്തോഷം അവർക്ക് പറഞ്ഞറിയിക്കാൻ, അതുകൊണ്ട് ആ കുഞ്ഞിന് കൃപാമോൾ എന്നൊരു പേരുമൊക്കെ ഇട്ടു. അപ്പോൾ ദൈവം കൃപ ചെയ്ത് അവർക്ക് ദാനം ചെയ്തൊരു കുഞ്ഞായതുകൊണ്ട് അതിന് കൃപാമോൾ എന്നൊരു പേരും കൂടെ ഇട്ടു. ആ സന്തോഷത്തിൽ ആ ചേച്ചി ആ ദേശത്തുള്ള എല്ലാ ആൾക്കാരോടും പറഞ്ഞു, ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു, ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു, ഞാൻ വളരെയധികം നിരാശയിലായിരുന്നു എന്ന് പറഞ്ഞു അവിടെ ങ്ങളിലുള്ള എല്ലാ ആൾക്കാരോടും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചേച്ചി സുഖമില്ലാതെ ഒരു സൈഡ് സ്തംഭിച്ചാണ് 6 മാസത്തോളം കിടന്നത്, അപ്പോൾ ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തു, അതുകൊണ്ട് നിങ്ങളും വന്ന് ആ സൗഖ്യം പ്രാപിക്കാനായിട്ട് രോഗികളായിട്ടുള്ള ആ ദേശത്തുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങളവിടെ വീട്ടിൽ ഓരോരുത്തരായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർത്തോമാ സഭയുടെ ആ ഒരു അന്തരീക്ഷത്തിൽ ചുറ്റിപ്പറ്റി വളർന്ന എനിക്ക് ഈ പെട്ടെന്ന് ഈ ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ വരുന്നത് ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തുടങ്ങി. ഞാനെപ്പോഴും അമ്മയെടുത്ത് അങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്തോന്നു രാത്രിയും പകലും മനുഷ്യന് സ്വസ്ഥത തരികയില്ല, എന്തോന്നും ഇവിടെ എപ്പോഴും പ്രാർത്ഥന, നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലേ, പകലും ഉറക്കമില്ലേ എന്ന് മമ്മിയുടെ നിരന്തരം വഴക്കുണ്ടായി. അങ്ങനെ ഇരിക്കും മമ്മി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഇവളെ ഒന്ന് പിടിക്കണമേ എന്ന്. അപ്പോൾ എനിക്ക് പിന്നെ മമ്മിയെ ഒട്ടും ഇഷ്ടമല്ലാതായി. മമ്മിയെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. ആ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും നോക്കിയാലും വീട്ടിലാൾ മമ്മിയോടുകൂടി എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ വരും, അപ്പോൾ അവർക്ക് വേണ്ടുന്ന കാപ്പിയും എല്ലാം ഇട്ട് കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോൾ എനിക്ക് കൊടുക്കുന്നതിൽ അല്ല, ഇവരൊക്കെ ഇങ്ങനെ വന്ന് വരുമ്പോൾ എനിക്ക് എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ഒരു സഹകരണം കുറഞ്ഞു വരുന്നത് പോലെ എനിക്കത് ഫീൽ ചെയ്തു. അങ്ങനെ മമ്മിയോട് ഞാൻ എപ്പോഴും മുട്ടാത്തർക്കമായി വഴക്കായി. അങ്ങനെ ഇവിടെ മമ്മിക്ക് മാത്രം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഇവിടെ അല്ലാതെ എനിക്ക് കേൾക്കാനൊന്നും പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾക്ക് കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി, കൂട്ടിയൊന്നും പ്രാർത്ഥിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായപ്പോഴത്തേക്ക് മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരുന്നു
എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. എല്ലാ വർഷത്തിലും എൻ്റെ 2 കാലിലും നിറച്ച് വ്രണം വരുമായിരുന്നു. അപ്പം ഈ വ്രണത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ വ്രണം ഒരിക്കലും കരിയത്തുമില്ല. അതിലിങ്ങനെ പഴുപ്പും ചലവായിട്ടിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അപ്പം രാവിലെ എനിക്ക് ഒരു കലം വെള്ളമെങ്കിലും ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഡെറ്റോളൊക്കെ ഇട്ട് അതിനൊന്ന് വാഷ് ചെയ്ത് ഈ വ്രണങ്ങളെല്ലാം ഒന്ന് തുടച്ച് എടുക്കുന്നതിന് തന്നെ 2 മണിക്കൂർ അത് വേണ്ടി വരും. അതെല്ലാ വർഷവും ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇത് ഈ മണ്ണിൻ്റെ അലർജിയാണ് എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ വ്രണമെന്ന് പറയുന്നത് 1 രൂപ 2 രൂപ തൊട്ട് വലിപ്പത്തിൽ അത്രയും വലിയ വ്രണം വന്നിട്ട് അതിൻ്റെ ചുറ്റുപാടുമുള്ള ആ സ്കിന്ന് കംപ്ലീറ്റും ഇളവിപ്പോയിട്ട് പിന്നെ അത് ഇങ്ങനെ ചോരയും നീരുമായിട്ട് ഇങ്ങനെ പഴുപ്പുമായിട്ടൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആര് കണ്ടാലും വെറുക്കുന്ന രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷനായിരുന്നു ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ വലത്തെ കാലിൽ എൻ്റെ ഇടത്തെ കാലിൽ രണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് 2 രൂപ തൊട്ടിൻ്റെ വലിപ്പത്തിൽ 2 വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും പച്ചയായിട്ട് ഇങ്ങനെ ചോരയും നീരും ഒലിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ആ സ്കിന്നെല്ലാം പോയിട്ട് അത് റോസ് കളറായിട്ട് ഇങ്ങനെ ഒരു കണ്ടാൽ ആരും പേടിച്ചു പോകുന്ന രീതിയിൽ ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്തും ഞങ്ങളുടെ വീട്ടിലൊരു വിധവയായിട്ടുള്ളൊരു അമ്മയും അവരുടെ 3 മക്കളും പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. അവരിങ്ങനെ ഓരോ വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന അമ്മയായിരുന്നു. അപ്പോൾ അതിലൊരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞ്, ഞങ്ങളൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്നു, എൻ്റെ അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ്, അതുകൊണ്ട് സരിജിയും കൂടെ വരുമോ എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ പോവുകയാണ്, ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് പോവുകയെന്ന് പറഞ്ഞു. ശരി വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ മുറിയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവർ കൂട്ടത്തൊന്ന് ഇവരൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയാലോ. അപ്പോൾ വിചാരിച്ചു എന്താ ഇവർ തിന്നാൻ വേണ്ടി പോവുകയാണോ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, ഇവരുടെ സിറ്റുവേഷൻസൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്തായാലും ഇവരൊന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുങ്ങി അവരെ കൂട്ടത്തിൽ ഇറങ്ങി. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസം വരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് ഇവർ മുന്നേ പോവുക. ഒരു 4-5 കിലോമീറ്റർ നടന്നു വേണം പോകാനായിട്ട്. അപ്പോൾ അവർ പോയത് ഒരു 90 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പനി പിടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു രംഗം എനിക്ക് അവിടെ ചെന്നപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും ഒരു പാത്രത്തിൽ കുറച്ച് ജീരകവെള്ളം, പിന്നെ ഒരു പഴുക്കാത്തൊരു ഏത്തയ്ക്ക, പിന്നെ ഒരു കഷ്ണം കരിപ്പെട്ടി, ഇത്രയും കൊണ്ട് മുന്നിൽ കൊണ്ടുവച്ചു. അപ്പോൾ മമ്മിക്ക് എൻ്റെ സ്വഭാവം അറിയാമെന്നുള്ളതുകൊണ്ട് മമ്മി ഒരു പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ എനിക്ക് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും ഇതെല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ മുന്നിൽ വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ദയനീയമായിട്ട് മമ്മി ഒന്ന് നോക്കി, കാരണം ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല, എനിക്കിഷ്ടമില്ലാത്ത സാധനങ്ങളാണ്. അപ്പം മമ്മി അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പൻ ഞങ്ങൾക്ക് ഇതിൻ്റെ പകുതി മതി, ഞങ്ങൾ കഴിച്ചോളാം, ഇത് ഇത്രയും വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ 103-ാം സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ നിൻ്റെ പാപങ്ങളൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്നൊക്കെ പറഞ്ഞു ആ 103-ാം സങ്കീർത്തനം പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു വിഷയം കൂടെ പറഞ്ഞായിരുന്നു. ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അസുഖങ്ങളൊക്കെ മാറിപ്പോകുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ചിന്തിച്ച് എൻ്റെ 2 കാലിലും വലിയ ചൊറിയിരിക്കുമല്ലോ, അപ്പോൾ ഇത് മാറിപ്പോകുമായിരിക്കും, എന്നാൽ പിന്നെ ശരി ഒന്ന് പരീക്ഷിച്ച് കളയാം, ദൈവമേ ഈ അപ്പൂപ്പൻ്റെ അമ്മമ്മയ്ക്ക് സൗഖ്യമൊക്കെ കൊടുക്കണമെന്ന് ഞാനും അവിടെ നിന്നുകൊണ്ട് മനസ്സൂരുകി ദൈവത്തോട് അങ്ങ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിറ്റേ ദിവസമായി 1 കലം വെള്ളമൊക്കെ ചൂടാക്കി ഞാൻ കൊണ്ടുവച്ചിട്ട് ഡെറ്റോളൊക്കെ എടുത്ത് വെച്ച് പഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതുപോലെ എൻ്റെ കാല് നോക്കിയപ്പോഴത്തേനും എൻ്റെ ഒരു കാലിലെ വ്രണം പൂർണ്ണമായിട്ട് കരിഞ്ഞിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കാല് നോക്കിയപ്പോഴത്തേക്ക് ആ കാലിൽ വ്രണം കരിഞ്ഞിട്ടില്ലാതെ അതേപടി ഇരിക്കുന്നൊരു രംഗം. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കൊരു അത്ഭുതം വന്നു, ഇതെന്ത് പറ്റി, ഒരു കാലിൽ കരിഞ്ഞു ഒരു കാലിൽ കരിഞ്ഞിട്ടില്ല. ഞാൻ നേരെ മുറിയിൽ പോയി ചെന്ന് ഞാൻ ദൈവത്തോട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഇതെന്താ സംഭവിച്ചത്, ഒരു കാലിൽ കരിഞ്ഞു ഒരു കാലിൽ കരിഞ്ഞിട്ടില്ല, ഇതെങ്ങനെയാണ് പറ്റിയത്
അപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് പോയ കാര്യങ്ങൾ, അവിടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ, അവിടെ പ്രസംഗിച്ച വിഷയങ്ങളൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴവർ പറഞ്ഞതായിട്ടുള്ളൊരു വാക്ക്, മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അസുഖം ദൈവം ഭേദമാക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കൊള്ളാമല്ല ഈ പരിപാടി. അപ്പോൾ എൻ്റെ ഈ ഒരു കാലം കൂടെ കരിയാനുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാലം കൂടെ കരിയണമെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും കൂടെ പ്രാർത്ഥിച്ചാൽ കരിയുമായിരിക്കും. എന്നാൽ പിന്നെ ശരി, ഞാൻ മമ്മിയുടെ അടുത്ത് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് മമ്മിയുടെ അടുത്ത് ചോദിച്ചു, മമ്മി അവരിനി വരുമോ ആ ചേച്ചിയൊക്കെ? അപ്പോൾ മമ്മി പറഞ്ഞില്ല, ഇനി പ്രാർത്ഥനയൊന്നും ഇല്ലേ? അപ്പോൾ മമ്മി പറഞ്ഞു, ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആ മറുപടി എന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കാത്തിരിക്കണമല്ലോ ഈ മുറിവ് കൂടെ ഒന്ന് കരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സൗഖ്യം വന്ന കാര്യമൊന്നും ഞാൻ മമ്മിയോട് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുറിയിൽ ചെന്നിട്ട് അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു 2 ദിവസം കൊണ്ടൊന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്നാലോചിച്ചു. അങ്ങനെ 2 ദിവസം കൂടെ കഴിഞ്ഞ് കിട്ടി. ആ ദിവസം കിഡ്നി സംബന്ധമായിട്ട് അസുഖമുള്ള ഒരു കൊച്ചിൻ്റെ വീട്ടിലായിരുന്നു അവർ പ്രാർത്ഥന ക്രമീകരിച്ചിരുന്നത്. അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒരു വ്രണവും കംപ്ലീറ്റ് കരിഞ്ഞ്. വർഷം ഇപ്പോൾ 27 വർഷമാകാൻ പോകുന്നു. ഇന്നേ വരെ ആ അസുഖം പിന്നെ തിരിച്ച് വന്നിട്ടുമില്ല. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുത പ്രവൃത്തി എൻ്റെ ശരീരത്തിൽ ദൈവം എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ചെയ്തു തന്നു. അതിനുശേഷം ഞാൻ മമ്മിയോട് തർക്കിക്കാൻ പോകത്തില്ല. മമ്മി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന അവസരങ്ങളിൽ ഞാനും കൂടെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവം എന്നെ ഒന്നൊന്നായിട്ട് എന്നെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാനായിട്ട് ഒരുപാട് പേരുടെ സൗഖ്യങ്ങളും വിടുതലുകളും അവർ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കാൻ, അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് അങ്ങ് തുടങ്ങി. അനുസ്യൂതമൊഴുകുന്ന കൃപയുടെ നീർച്ചാലുകളാണ് സരിജയുടെ ജീവിതയാത്രയുടെ ആധാരം. ജീവിതം തന്നെ കൈവിട്ടു പോകുമോ എന്ന ഭയപ്പാടിൻ്റെ നീർച്ചുഴിയിൽ നിന്നും ആത്മവിശ്വാസത്തോടെ കയറി വരാൻ സാധിച്ചത് തികച്ചും ദൈവകൃപ തന്നെ എന്നാണ് സരിജയുടെ സാക്ഷ്യം. അങ്ങനെ നാട്ടുകാർ മൊത്തവും ഈ പ്രാർത്ഥനയൊക്കെ കേട്ടറിഞ്ഞ് ഞങ്ങളവിടെ പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഞാൻ ക്ലാസ്സിന് പോകാതെയായി. അങ്ങനെ വന്ന് പരീക്ഷാ സമയം എടുത്തപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു, ദൈവമേ ഈ സമയം അത്രയും ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചും പാടിയും ആരാധിച്ചും ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കഴിച്ചു. പക്ഷേ ഞാൻ ഒരധ്യായം പോലും പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഒരു ചാപ്റ്റർ മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടി എന്തായാലും എന്തോ വരട്ടെന്ന് എഴുതിയിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും പേപ്പറൊക്കെ കൊടുത്ത് എല്ലാവരുമൊക്കെ ആൻസറൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. ആൻസർ ഷീറ്റിൽ എല്ലാവർക്കും എഴുതാനായിട്ട് തുടങ്ങി. പക്ഷേ ഞാൻ പഠിച്ച അധ്യായത്തിൽ ഒരൊറ്റ ചോദ്യം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകപ്പാടെ വിഷമിച്ച്, ദൈവമേ ഞാനിനിപ്പോൾ ഞാൻ പരീക്ഷാ ഹാളിലാണ്, എന്നെ സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല. ആ ഹാളിൽ എനിക്ക് തുണ്ടില്ല. അങ്ങനെ വെച്ചെഴുതും. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറേ പേര് ഗൈഡ് വെച്ച് എഴുതുന്നുണ്ട്, തുണ്ടൊക്കെ വെച്ച് എഴുതുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. എനിക്ക് ആശ്രയം ദൈവവും മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മണിക്കൂറുകൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. 1 മണിക്കൂർ കഴിഞ്ഞുപോയി, 1.5 മണിക്കൂറായി. ഏകദേശം പരീക്ഷ എഴുതി തീരാനുള്ള സമയമായി. ഞാനിങ്ങനെ വെറുതെ പേനയും നോക്കി എല്ലാവരും നോക്കി ഇങ്ങനെ ഇരിക്കുന്നതല്ല. ഞാനൊന്നും അതിൻ്റെ അകത്ത് ആൻസർ ഷീറ്റിലൊന്നും എഴുതിയില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു മനസ്സുമായിട്ട് ദൈവമായിട്ട് ഭയങ്കര ഒരു അടുപ്പം വന്നിട്ട് ഞാൻ മനസ്സൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിതിലൊന്നും അറിയത്തില്ല, നീ ഇതിൻ്റെ ആൻസർ പറഞ്ഞു തരണേ, ഞാൻ എഴുതാൻ തയ്യാറാണെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആരോ എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ആ പേപ്പറിൽ എഴുതി. പെട്ടെന്ന് ഞാനൊരു 4 ഷീറ്റ് പേപ്പർ മേടിച്ചു. അതിൽ മൊത്തത്തിൽ എഴുതി. എന്താണ് എഴുതിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എഴുതി ടാഗ് ചെയ്ത് പരീക്ഷ ബെല്ല് അടിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ എല്ലാം ടാഗ് ചെയ്തു, എല്ലാം ഓക്കെ ആക്കി. അപ്പോൾ അവിടെ നിന്ന് ടീച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം 1.5 മണിക്കൂർ ഞാൻ ഒരു വാക്ക് എഴുതാതിരുന്ന് ഞാൻ പെട്ടെന്ന് ആൻസർ എഴുതുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് 4-5 ഷീറ്റ് പേപ്പർ മേടിച്ച് അത് ഫുള്ള് എഴുതുന്നത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് എന്നെ ആശ്ചര്യം തോന്നി. ഞാൻ പെട്ടെന്നെല്ലാം എഴുതി ഫില്ല് ചെയ്തും പരീക്ഷ പേപ്പറും ആൻസർ പേപ്പറും അവിടെ കൊടുത്തിട്ട്
വെളിയിലിറങ്ങിയപ്പോഴത്തേന് പിള്ളേരെല്ലാവരും പറഞ്ഞ് എല്ലാം നല്ല എളുപ്പമായിരുന്നു, ഞങ്ങൾ പഠിച്ചതെല്ലാം വന്നെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവമേ, ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വന്ന് സംസാരിച്ച് ഞാൻ എഴുതി, അത്രയും മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇനി റിസൾട്ട് എന്താവോ എന്തോ. കാരണം ഞാൻ കഴിഞ്ഞ നാളുകളത്രയും ഈ ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയോടും അപ്പനോടും ഒപ്പം ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്കുമായിട്ടുള്ള ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് കൊണ്ടല്ലേ എനിക്കൊന്ന് പഠിക്കാൻ കഴിയാതെ പോയെന്നുള്ള ആ പെറുപിറുപ്പ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാനതിൽ ഭയങ്കരമായിട്ട് ജയിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് പോലും വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി ചെന്ന് ആ പേപ്പറുകളൊക്കെ എടുപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഈ ആൻസർ ഷീറ്റ് കറക്റ്റാണോ? അത് പറഞ്ഞ് ഇതിലെല്ലാം കറക്റ്റ് ഉത്തരവായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ വീണ്ടും അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പോസ്റ്റായിട്ട് വല്ല ക്ലർക്ക് പോസ്റ്റ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ പിന്നത്തേതിൽ എൻ്റെ വലുവനായിട്ടുള്ള ദൈവം, ഞാൻ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് ആൾക്കാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കാനായിട്ട്, ഒരു അത്ഭുത വിഷയമാക്കി തീർക്കാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, നിന്നെ ഞാൻ 3 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യമായിട്ട് എൻ്റെ ശരീരത്തിൽ തൊട്ടത്. ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കിയുടെ പ്രദേശത്ത് ഒരു വലിയ കൊക്കയുടെ മണ്ടയിൽ നിന്ന് ചാടി മരിക്കാനായിട്ട് തയ്യാറായിട്ട് നിന്നപ്പോഴത്തേക്ക് എന്നെ രാത്രി എൻ്റെ അച്ഛൻ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്തോ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴത്തേക്ക് എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി മരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് മമ്മി വലിയ കൊക്കയുടെ മുകളിൽ പോയി നിന്നിട്ട് താഴോട്ട് ചാടാനായിട്ട് പോയപ്പോഴത്തേനും വലിയൊരു പ്രകാശം, അമ്മ ഇന്നും പറയും, ഒരു ആണിപ്പാടുള്ളൊരു കാലം സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ ആ ഒരു പ്രകാശം മമ്മിയിൽ അടിക്കും. പെട്ടെന്ന് എങ്ങനെയാണ് തിരിഞ്ഞെന്നറിയത്തില്ല, തിരിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്ന ആ കുറ്റി താനെ ടക്കായിട്ട് താഴെ വീഴുകയും ആ വാതിൽ തുറന്ന് മമ്മി അകത്തോട്ട് കയറുകയും ചെയ്യുന്നു. അപ്പോഴും പറയും, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ടാകാരമായിരുന്ന സമയത്ത് ദൈവം എന്നെ കണ്ടു എന്നാണ് ദൈവത്തിൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ 3-ാം മാസം ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ തൊട്ടതാണ്. അപ്പോൾ മമ്മി എപ്പോഴും പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ദൈവത്തെ ഏറ്റവും കൂടുതൽ അറിഞ്ഞതിന് ശേഷം എൻ്റെ അപ്പൂപ്പൻ എന്നെ വിളിച്ചു നിർത്തി എൻ്റെ കുഞ്ഞുനാളിൽ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ടായിരുന്നു. നീ യേശു ക്രിസ്തുവിനെ നിന്നെ എപ്പോഴും നീ സ്നേഹിക്കണം, അവൻ എപ്പോഴും നിൻ്റെ ഉള്ളിൽ രാജാവായിട്ടിരിക്കണമെന്ന്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം എനിക്ക് ആ യേശു കർത്താവുമായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും, എൻ്റെ യേശുപ്പ എന്നുള്ള ഒരു നിലവിളി എപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് താനും. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നിൻ്റെ ഉള്ളിലും ഈ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യം തന്നെയാണ്. എൻ്റെ ശത്രുക്കൾ എനിക്ക് വിഷം വരെ ചായക്കകത്ത് കലക്കി തന്ന് കുടിപ്പിച്ചു നോക്കി, ഇപ്പോൾ ഈ നിമിഷം മരിച്ചു പോകുന്നു. എന്നാൽ ദൈവം അവിടെയൊക്കെ എന്നെ പരിപൂർണമായിട്ട് എന്നെ വിടുവിച്ചു. അവർ ചായക്കകത്ത് വിഷം കലക്കി എന്നെ കഴിപ്പിച്ചിട്ട് നോക്കിയിരുന്നപ്പോൾ എൻ്റെ സർവശക്തനായിട്ടുള്ള ദൈവം എന്നോട് കൂടെ ഇരുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, നീ മരണകരമായി യാതൊന്ന് കുടിച്ചാലും നിനക്ക് ഹാനി വരികയില്ല. ആ വചനപ്രകാരം ദൈവം എന്നെ വിടുവിക്കണം. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ ചായക്കകത്ത് വിഷം കലക്കി എനിക്ക് തന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ തോളിൽ തട്ടിട്ട്, മോളെ നീ കുടിക്കെന്ന് എന്നെ നിർബന്ധിച്ച് എന്നെ കുടിപ്പിച്ചു. ഞാൻ കരുതി നല്ല സ്നേഹമായിരിക്കും, എന്തോ ഒരു സ്നേഹമുള്ള ആളാണ്. അങ്ങനെ ഞാനത് കുടിച്ചു. അപ്പോഴാണ് ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുന്നേ എനിക്ക് മരണവെപ്രാളം തുടങ്ങി. അപ്പോൾ മരണവെപ്രാളമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഒരു മരണവെപ്രാളം വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം മുടി വരെ തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകും. എനിക്ക് തോന്നുന്നു എന്നെ ആരെ താഴോട്ട് പാതാളത്തിലോട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു, മുകളിലോട്ട് ആരെന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് വെപ്രാളം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എനിക്കുണ്ടായി. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ഞാൻ ദൈവത്തോട് നിലവിളിച്ച്, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഞാൻ മനസ്സ് തകർന്ന് ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് തെറ്റുപറ്റി, എന്നെ ചതിച്ചു, ഞാനിനി മരിച്ചു പോകത്തേ ഉള്ളൂ എന്ന്, എനിക്കിവർ തന്നത് വിഷമാണല്ലോ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ പുറത്തേക്ക് പോകുക. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഛർദ്ദിച്ച് മൊത്തം എനിക്ക് കലക്കി തന്ന വിഷം കംപ്ലീറ്റ് ഞാൻ ഛർദ്ദിച്ച് കളഞ്ഞ് ദൈവം അതിൽ നിന്ന് എന്നെ പൂർണ്ണമായിട്ട്
പൂർണ്ണമായിട്ട് വിടുവിച്ചു. എൻ്റെ ദൈവം എന്നെ രോഗത്തിൽ നിന്ന് എന്നെ സൗഖ്യം ആക്കി. എൻ്റെ ദൈവം എന്നെ മരണക്കിടക്കയിൽ നിന്ന് എൻ്റെ വലിയവനായിട്ടുള്ള ദൈവം എന്നെ സൗഖ്യം തന്നു. എൻ്റെ ദൈവം എന്നെ പരീക്ഷകളിൽ നിന്ന് എന്നെ വിജയിപ്പിച്ച് എനിക്ക് ഉന്നതിയിൽ എന്നെ നടത്തുമാറാക്കി. ആ വലിയവനായിട്ടുള്ള ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിപ്പോകും, നിരാശകളുടെ അനുഭവങ്ങൾ മാറിപ്പോകും, വേദനകളുടെ അവസ്ഥകൾ മാറിപ്പോകും. അതുപോലെ തന്നെ എന്നെ വിടുവിച്ച വലിയവനായിട്ടുള്ള ദൈവം നിങ്ങളെയും വിടുവിക്കുക തന്നെ ചെയ്യും, നിലനിർത്തുക തന്നെ ചെയ്യും, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുക തന്നെ ചെയ്യും. ഈ വലിയവനായിട്ടുള്ള ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളും തരണം ചെയ്ത് മുന്നേറുന്ന ഈ സഹോദരി ആതുര പ്രവർത്തനങ്ങളിലും ഇന്ന് സജീവമാണ്. ഓരോ അനുഭവങ്ങളും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ചവിട്ടുപടികളായി മാറുകയാണ്.